എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരു ഗ്രാമം കാണിക്കുന്നു. അങ്ങോട്ടേക്ക് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ 4 കള്ളന്മാര്. അവരൊരു വീട്ടിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ അവരുടെ കത്തി ഉപയോഗിച്ചുകൊണ്ട് അറഞ്ചം പൊറഞ്ചും വെട്ടി താഴെയിടും. അവരടുത്തുള്ള ലോക്കർ റൂമിലേക്ക് പോകുമ്പോ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞിച്ചക്കൻ ഉള്ളതായിട്ട് അവര് കാണും. ഉടനെ അവരുടെ നേതാവട്ടെ ഒരു ഉണ്ടപ്പനോട് ആ ഒരു കുഞ്ഞിച്ചക്കനെ അങ്ങനെ കൊന്നു കളയാൻ പറയും. ആ പയ്യൻ വേണ്ട വേണ്ട എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അലറിക്കരയുമ്പോ വില്ലന്മാരാവട്ടെ ആ വീട് മുഴുവനായിട്ടും ഇപ്പൊ തീയിട്ട് നശിപ്പിക്കും. ഇവിടെ തീ അതാളിപ്പടരുമ്പോ ആ ഒരു ഉണ്ടപ്പനാവട്ടെ കുഞ്ഞിപ്പയ്യനെ നോക്കി അങ്ങനെ കണ്ണുരുട്ടും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹൊക്കാഗയുടെ മാൻഷൻ കാണിക്കുകയാണ്. ഹൊക്കാഗെ ആവട്ടെ താഴെ കുട്ടികൾ കളിക്കുന്ന നോക്കി ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ അസിസ്റ്റന്റ് ആന്റി അവിടേക്ക് വന്ന് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മിഷൻ അത് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. ഒരു വാല്യുബിൾ ആയിട്ടുള്ള വസ്തു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണം. അതിന് ഹൊക്കാഗ പറയും, അത് ചെയ്യാനായിട്ട് ഇപ്പൊ ഗ്രാമത്തില് ജോനിയനോ ആരും തന്നെ ഇല്ല. അവരെല്ലാവരും ഇപ്പൊ എസ്റാങ് മിഷന് വേണ്ടി പോയിരിക്കുകയാണെന്ന് അവൾ അസിസ്റ്റന്റ് ചേച്ചിയോട് പറയും. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഗ്രാമത്തിൽ ബാക്കിയുള്ളതെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഹൊക്കാഗെ ആവട്ടെ ചെക്ക് ചെയ്യാൻ ആരംഭിക്കും. ഇവിടെ കാട്ടിലാവട്ടെ ഇപ്പൊ കുട്ടപ്പനും ലീയും ചേർന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഫൈറ്റ് ചെയ്തു കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ഇപ്പോൾ ഉള്ള അടി കാണുമ്പോൾ തന്നെ സാക്കുറയ്ക്ക് മനസ്സിലാവും ഇതിലാരെങ്കിലും ഒരാൾ മാത്രമേ ഇനി ജീവനോടുകൂടെ ബാക്കി ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ 2 സ്വത്തുമണികളും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം ഫൈറ്റ്. അപ്പൊ അതേസമയം സാക്കുറ ആവട്ടെ ഇപ്പൊ ഓടി അവരുടെ അടുത്തേക്ക് വരും. സാക്കുറ അവരെ 2 പേരെ പിടിച്ചു നിർത്തി അവരുടെ മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിക്കുമ്പോ നമ്മുടെ ആൾക്കാർ പറയും, ഇന്നത്തെ മാച്ച് അത് അടിപൊളിയായിരുന്നു, ഇനി നമുക്ക് ഫൈറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് അടി വാങ്ങിക്കെട്ടണം എന്ന് പറയുമ്പോ നമ്മുടെ സാക്കുറ ആവട്ടെ ഇവരിങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ 2 പേരെയും സാക്ഷാൽ ഹൊക്കാഗയുടെ അടുത്തേക്ക് തന്നെ ഇപ്പൊ കൂട്ടിക്കൊണ്ടു ചെല്ലും. ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ നമ്മുടെ ആൾക്കാരോട് പറയും, ഇപ്പൊ നിഞ്ച ക്രോപ്പൗട്ട്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പ് ഗ്രാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും റോക്ക് നിഞ്ചകളാണ്. അവർക്ക് എങ്ങനെ ജീവിക്കാനാണോ ഇഷ്ടം അതുപോലെ മാത്രമേ അവർ ജീവിക്കുകയുള്ളൂ. അവര് ഗ്രാമത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പൊ ഒരു കള്ളക്കൂട്ടായി മാറി നിഞ്ച ടെക്നിക്കുകളെല്ലാം തന്നെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരെ കൊന്നും കൊള്ളയടിച്ചും അവരിപ്പോ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. ഇതിനിടയ്ക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജിമ്മൻ തടിയനെ കാട്ടിൽ വെച്ച് നമ്മുടെ ആൾക്കാര് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. സോ കൂടുതൽ തെളിവെടുപ്പിന് വേണ്ടി ലാൻഡ് ഓഫ് ഗ്രീനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കൂടെ ഒരുപാട് പോലീസും പട്ടാളക്കാരും എസ്കോർട്ടിനുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ അവരുടെ കൂടെ പോകണം. അതിന് കാരണം ആ കള്ളന്മാര് അവർ നിഞ്ചകളാണ്. അവരുടെ അടുത്ത് ഒരുപാട് പവറുണ്ട്. അവരിടയിൽ വെച്ച് ആക്രമിച്ചാല് തീർച്ചയായിട്ടും നിങ്ങൾ അവരെ തടയണം. അത് കേട്ടുടനെ കുട്ടപ്പൻ, വാവ്, ഒരടിപൊളി മിഷൻ കിട്ടിയിട്ട് ഒരുപാട് കാലായി, ഇത് ഞങ്ങൾ തീർച്ചയായിട്ടും അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ 3 ആൾക്കാരും കൂടെ ആ ഒരു ഉണ്ടപ്പൻ ജിമ്മനെ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് വരും. അവനെ കൊണ്ടുപോകുന്നത് മറ്റൊന്നിലുമല്ല, ഒരു വലിയ കപ്പലിലാണ്. കപ്പലിന്റെ മുകളിലായിട്ട് വലിയൊരു സെല്ലില് ഇപ്പൊ ആ ഉണ്ടപ്പനെ കയറ്റുന്നത് നമ്മുടെ ആൾക്കാർ നോക്കി നിൽക്കും. അപ്പൊ അവിടെ സർവീസിലുള്ള ഒരു പോലീസ് ഓഫീസർ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് വരും. സാക്കുറ ഉടനെ ഇപ്പൊ ഹൊക്കാഗയുടെ ലെറ്റർ ആൾക്ക് കൊടുക്കുമ്പോ ആള് വണ്ടടിക്കും. ഇത്രയും ചെറിയ നിങ്ങളൊക്കെ നിഞ്ചകളാണോന്ന് അവരോട് ചോദിക്കുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ കലി കയറി വരും. അപ്പൊ കുട്ടപ്പൻ പറയും, ഞങ്ങളാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും വലിയ നിഞ്ചകള്. അതിന് പോലീസുകാരൻ, ഓക്കെ ഞങ്ങൾക്ക് വലിയൊരു സുരക്ഷാ സേനയുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ ഒരു സേന അത് കൈകാര്യം ചെയ്യും. അവരുടെ കൺട്രോളിലും നിൽക്കാത്ത എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് അത് സോൾവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഇപ്പൊ കപ്പലിലേക്ക് കയറ്റും. അപ്പൊ കപ്പലിലായിട്ട് ഇപ്പൊ ഒരുപാട് സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഉണ്ടാവും. മാത്രമല്ല അവരുടെയൊക്കെ നോട്ടം കാണുമ്പോൾ തന്നെ കുട്ടപ്പൻ പേടിച്ചു വിറയ്ക്കും. അവരെല്ലാവരും ഒരേ ഡ്രസ്സില് ഒരുപോലെ തന്നെയാണ് ഏകദേശം കാണാനും. അപ്പൊ അവിടേക്ക് കമാൻഡോ വരും. നമ്മുടെ 3 ആൾക്കാരെയും കണ്ട് ആൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ഈ പീക്കിരി പിള്ളേരാണോ അത്രയും വലിയ നിഞ്ചകളെ തടയാൻ പോകുന്നത്? എനിക്ക് ഇവരുടെ സഹായം ആവശ്യമില്ല, ഈ കത്തി മാത്രം മതി, ഞാൻ അവരെ തോപ്പിക്കുമെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ അവന്റെ കത്തി വലിച്ചൂരി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ കൂടെ ഫൈറ്റിന് വാ, ഞങ്ങൾ ആരാണെന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചാടി നിൽക്കും. കാര്യം കൈവിട്ടു പോകുന്നു മനസ്സിലാക്കി ഇപ്പൊ സാക്കുറ ആവട്ടെ 2 കൂട്ടരും തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ ഒത്തുതീർത്ത് നമ്മുടെ കുട്ടപ്പനെ സമാധാനിപ്പിച്ച് ഒരു മൂലക്കിരുത്തും. അതേസമയം കപ്പലില് ആ ഒരു വില്ലനെ സേഫ് ആയിട്ട് അടച്ച് ഇപ്പൊ കപ്പലാവട്ടെ
പതിയെ യാത്ര തുടങ്ങും. ഇവിടെ കപ്പലില് നമ്മുടെ ആൾക്കാർ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ മിലിറ്ററി ഫോഴ്സ് ആവട്ടെ നമ്മുടെ 3 സ്വത്തുമണികളെയും തൂക്കിയെടുത്ത് ഒരു മൂലക്കിടും. കുട്ടപ്പൻ പറയും, നമ്മൾ കൺഫ്യൂസ് ആകാൻ പാടില്ല, വളരെയധികം ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഇവർക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ പവറിനെ കുറിച്ചും ഒന്നും തന്നെ അറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ആരാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് കുട്ടപ്പൻ പറയും. അതിന് സാക്കുറ നമ്മുടെ ജോലി അവനെ സേഫ് ആയിട്ട് അവിടെ എത്തിക്കുക എന്നത് മാത്രമാണ്. നമ്മൾ അതുമാത്രം ചെയ്താൽ പോരെ ചോദിക്കുമ്പോൾ കിബയാവട്ടെ ഇപ്പൊ കുട്ടപ്പനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് ഒന്നിന് 100 പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ദൂരെ ലോങ് ഷോട്ടിലായിട്ട് ആരോ കുറച്ചു പേര് നമ്മുടെ ആൾക്കാരുള്ള കപ്പലിനെ അങ്ങനെ മാർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കും. ഇവിടെ കുട്ടപ്പൻ അവന് കിട്ടിയ ഫുഡൊക്കെ മ്ണാക്കെന്നടിച്ച് എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു, ഞാൻ കുറച്ചു നേരം ആ ഒരു വില്ലനെ പേടിപ്പിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ആ വില്ലന്റെ അടുത്തേക്ക് പോവും. സാക്കുറയും മൈകയും വിളിച്ചു കാറുമെങ്കിലും കുട്ടപ്പനാവട്ടെ അത് കേൾക്കാൻ പോലും തയ്യാറാവില്ല. ഇവിടെ കുട്ടപ്പൻ തപ്പിത്തടഞ്ഞ് ആ ഒരു വില്ലന്റെ അടുത്തെത്തുമ്പോ അവന്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു ക്യാപ്റ്റനെ കാണും. ഇവനെന്താ ഇവിടെ പണിയെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവിടെ മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുമ്പോഴായിരിക്കും ആ ഒരു ക്യാപ്റ്റന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക. ഒരിക്കൽ ക്യാപ്റ്റൻ തന്റെ ജോലിയെല്ലാം തീർത്ത് അവന്റെ വീട്ടിലേക്ക് വരുമ്പോ അവന്റെ വീടാകെ കത്തി എരിയുന്നതായിട്ടായിരിക്കും അവൻ കാണുക. ആ തീ കണ്ട് അവൻ അമ്മയെ അച്ഛന്ന് വിളിച്ച് വീടിനടുത്തേക്ക് ഓടി വരും. അപ്പൊ വീടിന്റെ ഉള്ളില് ഈ ഒരു ഉണ്ടപ്പം വില്ലൻ അവന്റെ അനിയന്റെ വാ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതായിട്ട് ക്യാപ്റ്റൻ കാണും. അവനൊന്നും ചെയ്യാൻ കഴിയാതെ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോഴേക്കും അവന്റെ അനിയന്റെ പ്രാണൻ അത് പോയിരിക്കും. അവന്റെ അത്രയും നാളത്തെ പക അത് വീട്ടാനാണ് അവനിപ്പോ ഈ ഒരു വില്ലന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ക്യാപ്റ്റൻ കത്തി വലിച്ചൂരി ആ ഒരു വില്ലനെ കൊല്ലാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുമ്പോ കുട്ടപ്പൻ കറക്റ്റായിട്ട് കയറി അവന്റെ കയ്യിൽ കയറി പിടിച്ച് ഇപ്പൊ ക്യാപ്റ്റനെ തടഞ്ഞു വെക്കും. അപ്പൊ അതേ സമയത്ത് ആ കപ്പലിനെ നോക്കിയിരുന്നവരാവട്ടെ കപ്പല് പോകുന്ന വഴിയില് വലിയൊരു തുരങ്കം ഉണ്ടാക്കി വെള്ളം വേറൊരു വഴിക്ക് കൂടെ തിരിച്ചു വിടാനായിട്ട് ഇപ്പൊ ആരംഭിക്കും. അതാരാണ് നോക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് മറ്റാരുമല്ല, ആ ഒരു കള്ള നിഞ്ചാക്കൂട്ടം തന്നെയാണ്. സാക്കുറയ്ക്ക് ആ ഒരു ഡൈവേർഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിലെന്തോ ഒരു ചതിയുണ്ടെന്ന്. ഇവിടെ കുട്ടപ്പനാവട്ടെ ആ ഒരു ക്യാപ്റ്റനെ ഒരുപാട് ചീത്ത പറഞ്ഞ് അവൻ എന്തിനാണ് ആ ഒരു വില്ലനെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് അവനോട് ചോദിക്കാൻ തുടങ്ങും. പണി പാളിന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ആവട്ടെ ഇവൻ വലിയ ദുഷ്ടനാണ്, പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഒരുപാട് പേരെ ഇവൻ കൊന്നുകളഞ്ഞു, അതുകൊണ്ട് തന്നെ ഇവൻ ഒരു ദയ അർഹിക്കുന്നില്ല, ഉറപ്പായിട്ടും ഇവനെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ കൊന്നു തള്ളുന്നു പറയുമ്പോ ഇവിടെ കപ്പലാവട്ടെ വില്ലന്മാര് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഒഴുക്കിന്റെ തൊട്ടടുത്തെത്തും. ബോട്ട് അടുത്തേക്ക് വരുന്ന കണ്ട ആ ഒരു വില്ലന്മാരാവട്ടെ കയ്യില് വലിയൊരു ചക്ര റോപ്പ് എടുത്ത് ഇപ്പൊ കപ്പലിന് നേരെ വലിച്ചങ്ങോട്ട് എറിയും. ആ കയറ് അങ്ങനെ തന്നെ കപ്പലെ ചുറ്റി വലിഞ്ഞ് അത് 2 പാതിയായിട്ട് ഇപ്പൊ മുറിച്ചിടും. കപ്പലിന്റെ മേൽഭാഗത്ത് ഇപ്പൊ സാക്കുറയും കിബയും ബാക്കി ടീംസും ആവട്ടെ കറക്റ്റ് ദിശയിലൂടെ മുൻപോട്ട് ഒഴുകുമ്പോ ഇവിടെ ആ വില്ലനും ക്യാപ്റ്റനും കുട്ടപ്പനും ആവട്ടെ ആ ഒരു വില്ലന്മാര് തീർത്ത അതേ പാതയിലൂടെ ഇപ്പൊ മുൻപോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. ഇവിടെ കുട്ടപ്പനും ക്യാപ്റ്റനും എന്താ നടക്കുന്നതെന്ന് പിടികിട്ടാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴായിരിക്കും അവരുടെ ചുറ്റും ആ വില്ലന്മാരെ കാണുക. അവരെ കണ്ട് നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ പല്ല് കടിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.